ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബയോളജിയിൽ പരിസ്ഥിതി എന്ന ടോപ്പിക്കിൽ പാർട്ട് 2 വീഡിയോ ആണ്. 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. ബയോളജിയിൽ നല്ലൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പറ്റുന്നൊരു സെക്ഷനാണ് പരിസ്ഥിതി എന്ന സെക്ഷൻ കേട്ടോ. അപ്പോൾ എന്തായാലും പഠിക്കാതെ പോകരുത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇടിമിന്നൽ മൂലം സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പോഷകമേത്? ഏതായിരിക്കും ഇടിമിന്നൽ മൂലം സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്? അത് ഓപ്ഷൻ സി നൈട്രജൻ ആണ്. അതായത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകും. ഈ നൈട്രിക് ഓക്സൈഡാണ് എന്തായിട്ട് ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറും? നൈട്രജൻ ഡൈ ഓക്സൈഡായിട്ട് മാറും. ഓക്കെ, ഈ നൈട്രജൻ ഡൈ ഓക്സൈഡ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ചിട്ടാണ് എന്തായിട്ട് മാറുന്നത്? നൈട്രിക് ആസിഡ് എന്ന ഫോമിൽ HNO3 ആയിട്ട് നമ്മുടെ മണ്ണിലെത്തും. അതായത് നമ്മുടെ ഈ നൈട്രജന് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഒരിക്കലും നമ്മുടെ ചെടികൾക്ക് ഇത് നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അതിനാണ് അവരെന്ത് ചെയ്യുന്നത്? നമ്മുടെ മണ്ണിൽ നിന്നാണ് അവരത് സ്വീകരിക്കുന്നത്. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് എന്തെന്നറിയപ്പെടുന്നത്? അസറ്റോബാക്ടർ. മണ്ണിലേക്ക് എത്തിച്ചേരുന്ന സാധനത്തിന് എന്താകും? നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുക ഒരു പ്രോസസ്സിനെ. അങ്ങനെ ചെയ്തത് നൈട്രജനാക്കി കൺവേർട്ട് ചെയ്ത് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റും. ഓക്കെ, അതേപോലെ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് നൈട്രജൻ സ്വീകരിച്ച് വളരാൻ കഴിയുന്ന കുറച്ച് സസ്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് അറിയാവോ? ആലുണ്ട്, തേക്ക്, അതേപോലെ മാഞ്ചിയം. ഇത് മൂന്നുമൊക്കെ എന്താണ്? ഇങ്ങനത്തെ കുറച്ച് ചെടികളെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് നൈട്രജനെ എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി എല്ലാ ചെടികൾക്കും അങ്ങനെ ഒരിക്കലും അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ 78% നമ്മുടെ ഭൂമിയിൽ അന്തരീക്ഷത്തിലുള്ള സാധനമാണ് എന്തെന്ന് പറയുന്നത്? നൈട്രജൻ എന്ന് പറയുന്നത്. പക്ഷേ അവയെ ഡയറക്റ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴേക്കാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന ഒരു പ്രോസസ്സിന് അവിടെ പ്രസക്തിയുള്ളത്. ഓക്കെ, അതാണ് തെങ്ങിൻ്റെ ഓലകളൊക്കെ മഞ്ഞളിക്കാനുള്ള കാരണം എന്തിൻ്റെ കുറവാണ്? നൈട്രജൻ്റെ കുറവാണ്. അതാണ് ആൾക്കാർ കണ്ടിട്ട് എന്ത് പറയും? തെങ്ങോലകളും അപ്പം അതിന് യൂറിയ ഇട്ട് കൊടുക്കാനൊക്കെ പറയും. അതായത് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ ഒരു രാസവളമാണ് എന്തെന്നറിയപ്പെടുന്നത്? യൂറിയ. അപ്പം തെങ്ങോലകളൊക്കെ മഞ്ഞളിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ്റെ കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിലെ മുഴകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണെന്ന്. അതായത് നമ്മുടെ പയർ അങ്ങനത്തെ കുറേ ചെടികളുടെ എന്ത് ചെയ്യുന്നുണ്ട്? വേരിൽ ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കാണാം. ഇങ്ങനെ കുഞ്ഞു ബോൾ പോലെ കാണും. ഇതൊരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ പറയുന്ന പേര് റൈസോബിയം എന്നാണ്. ഈ റൈസോബിയം എന്താണ്? നമ്മുടെ നൈട്രജൻ ഫിക്സേഷൻ, നൈട്രജൻ സ്ഥിരീകരണത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് അന്തരീക്ഷ നൈട്രജനെ സ്വീകരിച്ച് സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ പാകത്തിലേക്ക് അതിന് നൈട്രജനെ മാറ്റുന്ന പ്രോസസ്സാണ് എന്തെന്നറിയപ്പെടുന്നത്? നൈട്രജൻ സ്ഥിരീകരണം അഥവാ നൈട്രജൻ ഫിക്സേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന 2 സാധനങ്ങളാണ് എന്ത്? അസറ്റോബാക്ടർ ഉണ്ട്, റൈസോബിയം. അസറ്റോബാക്ടർ എന്ന് പറഞ്ഞാൽ മണ്ണിൽ സ്വതന്ത്രമായിട്ടാണ് അത് കാണപ്പെടുന്നത്. റൈസോബിയം എന്ന് പറയുന്നത് എന്താണ്? ഈ ചെടികളുടെയൊക്കെ വേരിൽ മുഴകളിലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മണ്ണിലെ നൈട്രജൻ്റെ അളവ് കൂടുന്നതിനായും കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജലസസ്യമുണ്ട്. അതാണ് അസോള എന്ന് പറയുന്നത്. അസോള. അതേപോലെ അന്തരീക്ഷത്തിൽ ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള പ്രത്യേക വേരുള്ളൊരു സസ്യമാണ് എന്ത്? മരവാഴ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു നൈട്രജനെ ഡയറക്റ്റ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്തൊക്കെ? ആല്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആലും തേക്കും മാഞ്ചിയും ഒക്കെ നൈട്രജനെ ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അമോണിയയെ നേരിട്ട് ആഗിരണം ചെയ്യാൻ പറ്റുന്ന ഒരു സസ്യമാണ് എന്ത്? നെല്ലെന്ന് പറയുന്നത്. നെല്ല് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള അമോണിയയെ ഡയറക്റ്റ് വലിച്ചെടുക്കാൻ പറ്റും. അതേപോലെ അനറോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്റോബിക്കും അനറോബിക്കും. എയ്റോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ പ്രസൻസിൽ, അനറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അഭാവത്തിൽ. അതായത് ഓക്സിജൻ്റെ അഭാവത്തിൽ വളരാൻ കഴിയുന്ന ബാക്ടീരിയ അറിയപ്പെടുന്ന പേരാണ് എന്ത്? അനറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏത്? എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ്. എന്തായിരിക്കും ആദ്യത്തെ കണ്ണി? ഹരിതസസ്യങ്ങളായിരിക്കും. അതായത് ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഹരിതസസ്യങ്ങളാണ്. ഉൽപ്പാദകരിൽ നിന്ന് ആരംഭിച്ച് അത് നമ്മുടെ അവസാന വിഘാടകരിൽ വരെ എത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്, ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ കണ്ണികളാണ് ഹരിതസസ്യങ്ങൾ, അഥവാ അവയെ അറിയപ്പെടുന്നത് എന്താണ്? ഉൽപ്പാദകർ എന്ന്.
ഓക്കെ. ഇനി ഹരിതസസ്യങ്ങളെ ഭക്ഷിക്കുന്നവരാണ് എന്ത് സസ്യഭോജികൾ എന്ന് പറയുന്നത്. ജന്തുക്കളെ ഭക്ഷിക്കുന്നവരാണ് മാംസഭോജികൾ. അതേപോലെ ജന്തുക്കളെയും അതേപോലെ സസ്യങ്ങളെയും ഭക്ഷിച്ച് ജീവിക്കുന്നവയാണ് മിശ്രഭോജികൾ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ കണ്ണികൾ ആരായിരിക്കും? അവസാനത്തെ കണ്ണികൾ മാംസഭോജികളല്ല. ശരിക്കും അതെന്താണ്? മാംസഭോജികളെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റില്ല. മാംസഭോജികൾ എന്ന് മാത്രമല്ല, അതെന്താണ്? വിഘാടകരാണ് ശരിക്കും അവസാനത്തെ കണ്ണികൾ എന്ന് പറഞ്ഞാൽ. ഡീകമ്പോസേഴ്സ് എന്ന് പറയും. ഓക്കെ. അതായത് നമ്മുടെ ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്. ഒന്ന് ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഉണ്ട്, അതേപോലെ തന്നെ ഡെറ്റൂറിയസ് ഫുഡ് ചെയിനും ഉണ്ട്. ഡെറ്റൂറിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേസിംഗ് എന്ന് പറയുന്നത് എന്താണ്? അത് എന്തിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്? ഗ്രാസ് അങ്ങനെ ഓർത്താൽ മതി. പുല്ലിൽ നിന്ന് ആരംഭിക്കും. ഇപ്പോൾ പുൽച്ചാടി, തവള, പാമ്പ് അങ്ങനെ വരുന്നത് ബാക്ടീരിയയിൽ അവസാനിക്കുന്നത്. അങ്ങനെയാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. എന്താണ് ഡെറ്റിട്രസ് ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞാൽ? അതായത് മൃത കാർബണിക വസ്തുക്കളിൽ നിന്നായിരിക്കും അത് തുടങ്ങുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്യും? വിഘാടകർ വരും. വിഘാടകരിൽ നിന്നാണ് മണ്ണിലെ പരാതങ്ങൾ, ചെറിയ മാംസഭോജികൾ അങ്ങനെ ഒരു തുടങ്ങുന്നുണ്ട്. അതിനെയാണ് ഡെറ്റിട്രസ് ഭക്ഷ്യശൃംഖല. അപ്പം ഗ്രേസിംഗും ഉണ്ട് ഡെറ്റിട്രസും ഉണ്ടെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആര്? പ്രാഥമിക എന്ന് കാണുമ്പോഴേ ഹരിത സസ്യങ്ങളെന്ന് എഴുതി വെക്കരുത്. പ്രാഥമിക ഉപഭോക്താക്കളെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരാരാണ്? സസ്യബുക്കുകളായിരിക്കും പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. ഓക്കെ. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികൾ. എന്തായിരിക്കും ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്നവർ? ആരായിരിക്കും അത്? വിഘാടകരാണ് ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിൽ അവയെ ഉൽപ്പാദകരെന്നും പിന്നെന്താണ് അവയെ വിഘടിപ്പിച്ചത്, അതായത് ഏറ്റവും അവസാനത്തെ ഒരു ബാക്ടീരിയയും ഫംഗസൊക്കെ കയറി ചേർന്ന് അതിനെ നമ്മൾ മണ്ണിനോട് ചേർക്കുന്ന പ്രക്രിയയാണ് എന്താ ആ ഒരു ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അതിന് നടത്തുന്ന ആരാണ്? വിഘാടകരായിരിക്കും. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്ന ഏതായിരിക്കും? ഒബ്വിയസ്ലി അതെന്താണ്? ബാക്ടീരിയ ആണ്. വിഘാടകരായിട്ട് വരുന്നത് ബാക്ടീരിയ വരും, ഫംഗസ് വരും, അങ്ങനത്തെ ലാസ്റ്റായിട്ട് ചെയ്യുന്നത്. അതായത് മണ്ണിനെ അതിനെ നശിപ്പിച്ച് കളയുന്ന സാധനമാണ് വിഘാടകർ എന്ന് പറയുന്നത്. ഓക്കെ. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന തലമേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും? നമുക്ക് ആദ്യമേ എന്താണ്? ഉൽപ്പാദകർ വരും അല്ലേ? ആദ്യമേ ഉൽപ്പാദകർ വരും. പിന്നെ എന്തായിരിക്കും നെക്സ്റ്റ് വരുന്നത്? എന്താണ്? പ്രാഥമിക ഉപഭോക്താക്കൾ അല്ലെങ്കിൽ സസ്യബുക്കുകൾ വരും. ഇവയെ ഭക്ഷിക്കുന്ന അവയാണ് നെക്സ്റ്റ് വരുന്നത് എന്താണ്? മാംസാഹാരികൾ എന്ന് വരുന്നത്. അപ്പോൾ അത് ഏതായിരിക്കും? മാംസാഹാരികൾ വരുന്നത്? 3ാമത്തെ തലത്തിലാണ് മാംസാഹാരികൾ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവികളിലായിരിക്കുമെന്ന്? അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓപ്ഷൻ ഡി കടൽ കാക്കകളിലായിരിക്കും DDTയുടെ സാന്ദ്രത കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ അതായത് എങ്ങനെയാണ് അത് വരുന്നത് നോക്കിക്കേ. ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ബയോ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഇപ്പം നോക്കിക്കേ, ഉയർന്ന ട്രോഫിക് തലങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ മത്സ്യങ്ങളെ തിന്നുന്നവയാണ് എന്തെന്ന് പറയുന്നത്? ഈ കടൽക്കാക്കൾ എന്ന് പറയുന്നത്. അതേപോലെ ഉയർന്ന തലങ്ങളിലേക്ക് പോകും തോറും ഓരോ ജീവികളുടെ ശരീരത്തിലെ കീടനാശിനികൾ പോലുള്ള രാസവസ്തുക്കളുടെ അളവുകൾ കൂടി വരും. അതിനെയാണ് ബയോ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് മെർക്കുറിയും മെർക്കുറി DDT ഒക്കെയാണ് നോർമലായിട്ട് ഇതിൽ കാണപ്പെടുന്നത്. അതായത് നോക്കിക്കേ, അക്വാട്ടിക് ഫുഡ് ചെയിനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ചെടികളിൽ എന്തെങ്കിലും അക്വാട്ടിക് ഫുഡ് ചെയിനിൽ ഏറ്റവും കൂടുതൽ കാരണം ഇപ്പം നമ്മൾ ഒരു നദിയുടെ തീരത്ത് എന്താണ് ഒരു ചീരത്തോട്ടം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഉറുമ്പ് വരുമ്പോഴേക്കും നമ്മൾ കുറേ DDT കൊണ്ട് ഇട്ട് കൊടുക്കും. ഈ DDT അവിടെ എന്ത് ചെയ്ത് ഒഴുകിയത് നമ്മുടെ വെള്ളത്തിലേക്ക് ചെല്ലും. ഈ വെള്ളത്തിൽ എന്ത് സംഭവിക്കും? അപ്പോഴും ഈ DDT എന്താണ്? അതൊരിക്കലും ഒരു രാസപ്രക്രിയയ്ക്ക് വിധേയമായിട്ട് അത് അലിഞ്ഞു ചേരില്ല. അതവിടെ എങ്ങനെ ഉണ്ടാകും? അത് ആ വെള്ളത്തിൽ വന്ന് ചേരും. ആ വെള്ളം ശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കുന്ന മീനുകളുടെ ഉള്ളിലും എന്തുണ്ടാകും? ഈ DDT ഉണ്ടാകും. ഈ DDT തിന്ന മീനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കടൽക്കാക്കകൾ വന്ന് അവയും തിന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏറ്റവും അവസാനത്തെ ചെയിനിലായിരിക്കും. അപ്പോൾ ഏറ്റവും അവസാനത്തെ ചെയിനിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഇതേപോലുള്ള കീടനാശിനികളൊക്കെ കൂടി അവസാനം അക്യൂമുലേറ്റ് ചെയ്ത് വരുന്ന സ്ഥലം. അതിനെയാണ് നമ്മൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്.
സസ്യപ്ലവക ഘട്ടം, പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, കുറ്റിച്ചെടികൾ ഉൾപ്പെടുന്ന ഘട്ടം, മുങ്ങിക്കിടക്കുന്നതും ഒഴുകി തുടങ്ങുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം. ഹൈഡ്ര ആർക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് ഹൈഡ്ര ആർക്ക് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പം നമ്മൾ ജീവജാലങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒരു ആരംഭിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ സാധാരണ അനുക്രമം എന്ന് പറയുന്നത്. ആ അനുക്രമം കുളത്തിലോ നമ്മുടെ അതേപോലെ തടാകത്തിലോ നടന്നാൽ അതിന് എന്ത് പറയും? ഹൈഡ്രാർക്ക്. ഹൈഡ്രോളജി, ഹൈഡ്ര എന്ന പദം എപ്പോഴും ഹൈഡ്രോഫോബിയ, എന്താണ് വെള്ളത്തോടുള്ള ഭയം. അതേപോലെ തന്നെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട എല്ലാ പേരുകൾക്കും ഹൈഡ്രാർക്കാണ്. അതായത് അനുക്രമം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു പുതിയ സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പുതിയൊരു ജീവജാലങ്ങളുടെ ആരംഭിക്കുന്ന പ്രക്രിയയാണ് അനുക്രമം അഥവാ സക്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കുളത്തിലോ അല്ലെങ്കിൽ തടാകത്തിലോ ആണെങ്കിൽ എന്ത് പറയും? ഹൈഡ്രാർക്ക് അനുക്രമം എന്ന് പറയും. വരണ്ട പ്രദേശങ്ങളിലാണെങ്കിൽ അതിനെന്ത് പറയും? സീറാർക്ക് അനുക്രമം എന്ന് പറയും. സീറാർക്ക് അനുക്രമം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എങ്ങനെയാണ്? നമുക്ക് ഒരു പിക്ചർ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ സസ്യപ്ലവക ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എന്താ ജലം ഇങ്ങനെ കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? കുഞ്ഞു കുഞ്ഞു ചെടികൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അതിനുശേഷം അവിടെ എന്തായിട്ട് വരുന്നുണ്ട്? ആ ചെടികൾ അവിടെ ഉണ്ട്. പിന്നെ എന്താണ്? ഒഴുകി നടക്കുന്ന കുറേ ചെടികൾ അവിടെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പായൽ പോലത്തെ ഒഴുകി നടക്കുന്ന ചെടികൾ വരും. വീണ്ടും അത് എന്തായിട്ട് വരും? ചതുപ്പ് പ്രദേശമായിട്ട് വരും. കാര്യം അവിടെ വെള്ളം കെട്ടി നിന്ന സ്ഥലമാണെങ്കിൽ പോലും അവിടെ എന്താണ്? പുല്ലൊക്കെ ഇറന്ന് വെള്ളമല്ല, അവിടെ ഇങ്ങനെ ചതുപ്പായിട്ട് മാറും. ആ ചതുപ്പ് വീണ്ടും എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു പുൽത്തകിടി പോലെ സെറ്റായിട്ട് വരും. ആ പുൽത്തകിടി അവിടെ എന്താവുന്നുണ്ട്? വീണ്ടും വലിയ മരങ്ങളും കുറ്റിച്ചെടികളുമായിട്ടൊക്കെ മാറുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രാർക്ക് അനുക്രമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യം ഏതായിരിക്കും? സസ്യപ്ലവക ഘട്ടമായിരിക്കും. സോ ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത് വരുന്നത് എന്താണ്? സസ്യപ്ലവക ഘട്ടം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടമായിരിക്കും. അപ്പോൾ ഇതായിരിക്കും രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നീട് എന്തായിട്ട്? ഈ മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അത് ഒഴുകിക്കിടക്കുന്ന സസ്യങ്ങളായിട്ട് വരും അല്ലേ? അപ്പോൾ ഇതാണ് മൂന്നാമത്തത്. നെക്സ്റ്റ് എന്താണ്? ചതുപ്പ് നിറഞ്ഞ ഘട്ടമായിട്ട് വരും. അവസാനമാണ് എന്ത്? കുറ്റിച്ചെടികൾ ഉൾപ്പെടുന്ന ഘട്ടമായിട്ട് വരുന്നത്. അപ്പോൾ ഡി ആണ് അവസാനം അല്ലേ? ഡി അവസാനമുള്ള രണ്ടെണ്ണമുണ്ട്. ബാക്കി എല്ലാത്തിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എ ആണ് ആദ്യമുള്ള ഒരെണ്ണം അല്ലേ? രണ്ടെണ്ണമായിരുന്നു, അത് നമുക്ക് ഓൾറെഡി ഒരെണ്ണം എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആൻസർ വരുന്നത് സി ആയിരിക്കും. നമുക്ക് ഇങ്ങനെയും എലിമിനേറ്റ് ചെയ്ത് കളയാം. കാര്യം സസ്യപ്ലവക ഘട്ടമാണ് ഒന്നാമത്തേന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കറിയാം ബാക്കിയെല്ലാം ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ മാത്രം വരും. ഏറ്റവും അവസാനം എന്തായാലും മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളൊന്നും ആയിരിക്കില്ല, കുറ്റിച്ചെടികളായിട്ട് വരുന്നുണ്ട്. സോ എയും തുടങ്ങി ഡിയിലാണ് അവസാനിക്കുന്നതെന്ന് നമുക്കറിയാം. ബാക്കി ഇടക്കുള്ളത് അറിഞ്ഞില്ലെങ്കിൽ നോക്കിക്കേ, എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ഒരു ഒറ്റ ഓപ്ഷനിൽ തന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇനി ഈ സീറാർക്ക് അനുക്രമത്തിനും ഒരു ഘട്ടമുണ്ട്. അതെന്ന് പറയുന്നത് ആദ്യം അറിയപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് പഠിച്ചു, ക്രസ്റ്റോസ് ലൈക്കൺ ഘട്ടം എന്ന് പറയും. ലൈക്കൺസ് ഉണ്ടാകുന്നത് ആൽഗയും ഫംഗസും കൂടി ചേർന്നല്ലേ നമ്മുടെ ലൈക്കൺ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫോളിയോസ് ലൈക്കൺ ഘട്ടം എന്ന് പറയുന്നത്. ക്രസ്റ്റോസ്, നെക്സ്റ്റ് ആണ് ഫോളിയോസ്, മൂന്നാമത്തതാണ് ബ്രയോഫൈറ്റ് ഘട്ടം എന്ന് പറയും. നാലാമത്തതായിട്ട് കുറ്റിച്ചെടി, അഞ്ചാമത്തതാണ് എന്ത്? മരങ്ങൾ. ഇതാണ് സീറാർക്ക് അനുക്രമം. അതായത് ഒരു വരണ്ട പ്രദേശത്ത് എങ്ങനെയാണെന്ന് ആദ്യം ക്രസ്റ്റോസ് ലൈക്കൺ, ഫോളിയോസ് ലൈക്കൺ, ബ്രയോഫൈറ്റ്, അതേപോലെ തന്നെ കുറ്റിച്ചെടി, മരങ്ങൾ. ഇതാണ് സീറാർക്ക് അനുക്രമത്തിൻ്റെ ഘട്ടം. സീറാർക്ക് അനുക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? വരണ്ട പ്രദേശങ്ങളിലും പാറകളിലൊക്കെ നടക്കുന്ന അനുക്രമത്തെയാണ് സീറാർക്ക് അനുക്രമം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവി വിഭാഗം ഏതിനത്തിൽപ്പെടുന്നത്? ഏതാണത്? അത് എപ്പിഫൈറ്റ്സ് ആണ്. വാസസ്ഥലം മാത്രം മതി അവർക്ക് താമസിക്കാനൊരു സ്ഥലം മാത്രം കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് എന്ത്? മരവാഴ. അതായത് എന്താണ്? മറ്റു സസ്യങ്ങളിൽ നിന്ന് വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുക്കുന്നവയാണ് എന്ത്? പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് എന്ത്? മൂടില്ലാത്താളി, ഇത്തിക്കണ്ണി എന്നൊക്കെ പറയുന്നത്. മൂടില്ലാത്താളി, അതേപോലെ ഇത്തിൽ കണ്ണി എന്നൊക്കെ പറയും. നമ്മുടെ മരത്തിലൊക്കെ പിടിച്ചിരുന്നിട്ട് എന്ത് ചെയ്യും? അവയ്ക്ക് എന്താണ്? വസിക്കാൻ സ്ഥലവും കൊടുക്കണം, ആഹാരവും കൊടുക്കണം. അവസാനം ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അവരെന്ത് ചെയ്യും? ആ ചെടിയെ തന്നെ നശിപ്പിച്ച് കളയും. പൂർണ്ണ പരാതം, ചിലവർക്ക് എന്താ? ഇതാണ് പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. പൂർണ്ണ പരാതത്തിന് ഉദാഹരണമാണ് മൂടില്ലാത്താളി എന്ന് പറയുന്നത്. ഇനി ആദ്യ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് എന്ത് ചെയ്യും? ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വലിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആഹാരം അവരിൽ നിന്ന് എടുക്കില്ല. അവ എന്ത് ചെയ്യും? സ്വയം ആഹാരം ഉണ്ടാക്കും. അവയാണ് എന്ത്? അർദ്ധപരാതം എന്ന് പറയുന്നത്. അതിനെയാണ് അർദ്ധപരാതത്തിന് എക്സാമ്പിളാണ് ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. മൂടില്ലാത്താളി എന്താണ്?
പൂർണ്ണപരാഗത്തിന് എക്സാമ്പിളാണ്. അതായത് ഉണ്ടാക്കി കൊടുത്ത് റെഡിയാക്കി ഫുഡാക്കി കൊടുക്കണം അവർക്ക്. പൂർണ്ണപരാഗം. അർദ്ധപരാഗം എന്ന് പറഞ്ഞാൽ അവർ വെള്ളമൊക്കെ എടുക്കുകയുള്ളൂ, ബാക്കി എന്ത് ചെയ്യും, അവർ ഫുഡ് ഉണ്ടാക്കിക്കൊള്ളും. അതാണ് ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത്. ഇനി ഭാഗിക പരാഗത്തിന് ഉദാഹരണമാണ് എന്ത്, ചന്ദനമരം ഒരു ഭാഗിക പരാഗ സസ്യമാണ്. ഇനി പിന്നെന്താ പറയുന്നത്, ആരോഹികൾ. എന്താണ് ആരോഹികൾ? ആരോഹികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മറ്റു ചെടിയിൽ പടർന്നു കയറുന്നത്. ഇപ്പം നമ്മൾ കുരുമുളക്, പാവലൊക്കെ എന്താണ്, അവയ്ക്ക് എന്താണ് പടർന്നു കയറാനായിട്ട് മറ്റ് ഒരു സപ്പോർട്ട് വേണം. അതിനെയാണ് ആരോഹികൾ എന്ന് പറയുന്നത്. ശവോപജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ശവത്തിൽ ജീവിക്കുന്ന, അതായത് ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകങ്ങൾ ആഗീരണങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നവയാണ് ശവോപജീവികൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇരപിടിയൻ സസ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി, പിക്ചർ പ്ലാന്റ് ഒക്കെ എന്താണ്, ഇരപിടിയൻ സസ്യങ്ങളാണ്. ഓക്കെ, അതായത് നമുക്ക് സസ്യങ്ങൾക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ട്. കാർബൺ വേണം, ഹൈഡ്രജൻ വേണം, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് വേണം. ഇനി ഇവയൊക്കെ എന്താണ്, നൈട്രജൻ്റെ ആവശ്യമില്ലാതെ ആസിഡിൻ്റെ അംശം കൂടുതലുള്ള മണ്ണിൽ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന കുറേ ബാക്ടീരിയകളുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അസറ്റോ ബാക്ടീരിയ ഉണ്ട്, നൈട്രോ ബാക്ടീരിയ ഉണ്ട്, പിന്നെ പയർച്ചെടിയുടെ വേരിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, റൈസോബിയം ഉണ്ട്. ഇവയൊക്കെ ഇല്ലാതെ വരുമ്പോഴേക്കും ഇവയ്ക്ക് എന്ത് സംഭവിക്കും, നൈട്രജൻ കിട്ടാണ്ട് വരും. അപ്പം അങ്ങനെ നൈട്രജൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഇരപിടിയൻ സസ്യങ്ങൾക്ക് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ, നൈട്രജനാണ്. ഓർത്ത് വെച്ചോ, പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജൈവ വൈവിധ്യത്തിൽ ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ട് മേഖല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യത്തിൽ ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ട് മേഖല ഏതാണ്? അത് നമ്മുടെ പശ്ചിമഘട്ടവും ഹിമാലയവുമാണ് ഹോട്ട്സ്പോട്ട് മേഖല എന്ന് പറയുന്നത്. എന്താ ഹോട്ട്സ്പോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അപൂർവമായി കാണപ്പെടുന്ന എന്തെങ്കിലും ഒരു ജീവിവർഗ്ഗങ്ങളുള്ള സ്ഥലങ്ങളെയാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യമായി ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? നോർമൻ മിയേഴ്സ് ആണ്. നോർമൻ മിയേഴ്സ്. ഓക്കെ, ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ഹിമാലയമുണ്ട്, ഒന്ന് ഹിമാലയം, പിന്നെയുള്ളത് പശ്ചിമഘട്ടം, നമ്മുടെ വെസ്റ്റേൺ ഘട്ട്സ്, പിന്നെയുള്ളത് ഏതാണ്? സുന്ദർലാൻഡ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? നിക്കോബാർ ദ്വീപുകൾ, അതേപോലെ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, ബ്രൂണൈ, ഫിലിപ്പീൻസ്, ഇവയാണ് നമ്മൾ സുന്ദർലാൻഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത് വരുന്നത് ഇൻഡോ ബർമൻ മേഖല. ഇത് 4 നമ്മുടെ ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത്? പശ്ചിമഘട്ടവും ഹിമാലയവുമാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ നാശത്തിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടിൽ പ്രധാനമായി തിന്മയുടെ ചതുഷ്കോൺ ഏതൊക്കെയാണ്? തിന്മയുടെ ചതുഷ്കോൺ എന്ന് പറയുന്നത് അതായത് വാസസ്ഥലത്തിൻ്റെ നഷ്ടം. ഒന്നാമത്തതാണ് വാസസ്ഥലത്തിൻ്റെ നഷ്ടവും വിഘടനവും, ഇതാണ് ഒന്നാമത്തത്. പിന്നെ എന്താണ്? അമിതമായിട്ടുള്ള ചൂഷണം, അമിത ചൂഷണം. പിന്നെന്താണ് വരുന്നത്? വിദേശ ജീവികളുടെ കടന്നുകയറ്റം, വിദേശീയ ജീവികളുടെ കടന്നുകയറ്റം. നാലാമത്തതാണ് സഹവംശനാശം. ഇത് 4മാണ് നമ്മൾ മെയിനായിട്ട് തിന്മയുടെ ചതുഷ്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും? അന്യദേശ ജീവികളുടെ അധിനിവേശം വരും, പരിസ്ഥിതി മലിനീകരണമല്ല, പ്രകൃതി ദുരന്തമില്ല, പിന്നെ എന്താണ്? സഹവംശനാശം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1 and 3 ആണ്. ഓക്കെ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്ന് പറയുന്നത്? അത് മെയ് 22 ജൈവ വൈവിധ്യ ദിനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ജൈവ വൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര വർഷം ഏതായിരുന്നു? അന്താരാഷ്ട്ര വർഷമാണ് 2010 എന്ന് പറയുന്നത്. അതിൻ്റെ ഡെക്കേഡ് ഏതായിരുന്നു? 2011 മുതൽ 2022 വരെയാണ് ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യ ദശകമായിട്ട് UN ആചരിച്ചത്. നോക്കിക്കേ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യദിന പ്രമേയങ്ങളാണ്. 2023 പ്രമേയം എന്താണ്? ഫ്രം എഗ്രിമെൻറ്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി. 2022 എന്താണ്? ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലൈഫ്. 2021 ആണെങ്കിലോ വി ആർ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ. 2020 ആണെങ്കിൽ അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ.
ഇതെല്ലാം ഓപ്ഷനിലുണ്ടാകും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ജൈവ വൈവിധ്യ ദിന പ്രമേയം എന്താ, 2022 ജൈവ വൈവിധ്യ ദിന പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ ഈ 4 ഓപ്ഷനായിട്ട് വരുന്നത് ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലൈഫ്. 2023 ആണെങ്കിൽ ഫ്രം എഗ്രിമെൻറ്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി. ഓർത്ത് വെച്ച് പഠിച്ചോ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം ഏതാണ്? 2005 ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്നറിയോ? ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയത് എടവക, വയനാട് ജില്ലയിലെ എടവകയിലാണ്. വയനാട് ജില്ല. ഇന്ത്യൻ ബയോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയത് 2002 ഈ ആക്ടിൻ്റെ ഫലമായി നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി സ്ഥാപിതമായത് 2003 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ആദ്യം എന്താണ് ഇൻസിറ്റു, എന്താണ് എക്സിറ്റു എന്നറിയണം. എക്സിറ്റുവിൻ്റെ മലയാളമാണ് ബഹിർസ്ഥല സംരക്ഷണവും, മറ്റേത് ഇൻസിറ്റു ആണെങ്കിൽ എന്താണ് തൽസ്ഥല സംരക്ഷണം എന്നാണ്. അതിൻ്റെ മലയാളം കൂടി പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, എക്സിറ്റു എന്ന് ചോദിക്കാണ്ട് ബഹിർസ്ഥല സംരക്ഷണ കേന്ദ്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ. എക്സിർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, സുവോളജിക്കൽ ഗാർഡൻ, നാഷണൽ പാർക്ക്. എന്തായിരിക്കും ആൻസർ വരുന്നത്? നാഷണൽ പാർക്കാണ് ആൻസർ. അപ്പോൾ എന്താണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് 2 തരമാണ്. ഒന്ന് ഇൻസിറ്റുവും, അതായത് അടുത്തെന്താണ് എക്സിറ്റുവും. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ അവർ എവിടെയാണോ ജീവിക്കുന്നത്, ഇപ്പോൾ ഒരു വന്യജീവി സങ്കേതമായിക്കോട്ടെ, നാഷണൽ പാർക്കുകളായിക്കോട്ടെ, ബയോസ്ഫിയർ റിസർവ്, കാവുകൾ, ഇവയെല്ലാം അതായത് ആ ജീവജാലങ്ങൾ എവിടെയാണോ ജീവിച്ചിരുന്നത് അവിടെ തന്നെ അവരെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു എന്ന് പറഞ്ഞത്. അവരെവിടെയാണോ അതിൻ്റെ ഉള്ളിൽ തന്നെ. ഇനി എക്സിറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികം എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്കല്ലേ. അതായത് അവരെവിടെയാണോ സ്വാഭാവികമായിട്ട് ജീവിച്ചിരുന്നത് അവിടെ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സംരക്ഷിക്കും. അതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസാണ് സുവോളജിക്കൽ ഗാർഡൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക് ഇവയെല്ലാം എന്താണ്? എക്സിറ്റു കൺസർവേഷനാണ്. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് നാഷണൽ പാർക്ക്. ഓക്കെ. ഇൻസിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതായിരിക്കും? ഇൻസിറ്റു ഉൾപ്പെടാത്തതാണ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് ഒരു ഇൻസിറ്റു ആണ്. സുവോളജിക്കൽ ഗാർഡൻ, ബയോസ്ഫിയർ റിസർവ്, ഇത് രണ്ടും എന്ത് വരും? അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ അകത്ത് ആൻസർ ആയിട്ട് വരുന്നത്? സുവോളജിക്കൽ ഗാർഡൻ ആണ്. നാഷണൽ പാർക്കുകൾ എന്താണ്? അല്ലെ ദേശീയ ഉദ്യാനങ്ങളാണ്. അവ നമ്മൾ ഇങ്ങനെ കൂടുകെട്ടിയൊക്കെയാണ് അല്ല, അവരെ അത്രയും ഭാഗം എന്താ സംരക്ഷിത സ്ഥലമാണ്. അവിടെ നമുക്ക് ഓവറായിട്ട് നമുക്ക് കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല. കമ്മ്യൂണിറ്റി റിസർവുകൾ, അതേപോലെ ബയോസ്ഫിയർ റിസർവുകൾ ഇവയെല്ലാം എന്താണ്? ഇൻസിറ്റു കൺസർവേഷനാണ്. ഉൾപ്പെടാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് സുവോളജിക്കൽ ഗാർഡൻ വരും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹിർസ്ഥല സംരക്ഷണ രീതി അല്ലാത്തത് കണ്ട? ബഹിർസ്ഥലം എക്സിറ്റു, തൽസ്ഥലം ഇൻസിറ്റു. അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. മൃഗശാല, സസ്യോദ്യാനം, ദേശീയോദ്യാനങ്ങൾ, സഫാരി പാർക്കുകൾ. ഏതായിരിക്കും? അത് ഓപ്ഷൻ സി ദേശീയോദ്യാനമാണ്. നാഷണൽ പാർക്കുകളാണ്. നാഷണൽ പാർക്ക് എന്താണ്? ഇൻസിറ്റു കൺസർവേഷന് എക്സാമ്പിളാണ്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി തിരുവനന്തപുരം ജില്ലയിലാണ്. നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്? നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്നൗ, ഡൽഹി, ബാംഗ്ലൂർ, പൂനെ. എവിടെയാണ്? അത് ലക്നൗവിലാണ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? ബാംഗ്ലൂരാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നോയിഡ. നോയിഡയിലാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് സ്ഥിതി ചെയ്യുന്നത്. പൂനെയിൽ എന്താണ്? പൂനെയിലുള്ളത് എംപ്രസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. എംപ്രസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് പൂനെയിലുള്ളത്. ഡൽഹിയിൽ എന്താണ്? നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് ഡൽഹിയിലുള്ളത്. ഓക്കെ. ഇനി കുറച്ച് കാര്യങ്ങൾ കണക്റ്റഡായിട്ട് പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനമാണ് എവിടുത്തേത്? നമ്മുടെ കൊൽക്കത്തയിലുള്ളത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര
ഉദ്യാനം എന്ന് പറയുന്നത് നമ്മുടെ കൊൽക്കത്തയിലാണ്. ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനത്തിൻ്റെ പേരെന്താണ്? ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഹൗറ, കൊൽക്കത്തയിൽ. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയതാരാണ്? അത് JC ബോസ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഏതാണ്? അതാണ് നമ്മുടെ നെഹ്റു അല്ലേ, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഇത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേരളത്തിലെ ഏറ്റവും വലുത്. ലോകത്തിലെ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ ഏതാണത്? റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 20 ക്വസ്റ്റ്യൻ. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു പാർട്ട് 3യും ചിലപ്പോൾ ഒരു പാർട്ട് 4ഉം കൂടി ഉണ്ടാകും. ഞാൻ വീഡിയോ ഉടനെ തന്നെ ചെയ്തു തരാം. താങ്ക്